ഒരു നിയമനിർമ്മാണവും നടത്താതെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി നൽകിയതിന്റെ ദുരന്തമാണ് ലോ അക്കാദമിയിൽ കാണുന്നതെന്ന് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാപനത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ച സർവകലാശാലയാണ് ഒന്നാം പ്രതി. രാഷ്ട്രീയ കക്ഷികൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. ഇപ്പം ചെയ്യുന്നത് പരസ്പരം ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നടത്തുന്ന ശ്രമമാണെന്ന്. SRCP പിടിച്ചെടുത്ത ഭൂമി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സർക്കാർ തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. MN ഗോവിന്ദൻ നായർ നൽകിയ സഹായം ഏതു പാർട്ടി വന്നാലും ഇപ്പോഴും തുടരുകയാണ്. ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഈ ഭൂമി ഞങ്ങൾക്ക് വേണമെന്ന് അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷ ഇരിക്കുന്ന സമയത്താണ് CPIയുടെ അന്നത്തെ മന്ത്രിയായിരുന്ന MN ഗോവിന്ദൻ നായർ യാതൊരു ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവന്ന് ഈ ഭൂമി ഇവർക്ക് കൊടുത്തത്. സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണറെ സ്വകാര്യ സ്ഥാപനത്തിന്റെ രക്ഷാധികാരിയായി ചിത്രീകരിക്കുന്നത് എത്രമാത്രം ശരിയാണെന്നത് നിയമപരമായി അന്വേഷിക്കേണ്ട വിഷയമാണെന്നും ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഇവരും തമ്മിലൊരു തർക്കം വന്നാൽ തീരുമാനം എടുക്കേണ്ട ആരാണ്? ഗവർണറാണ്. ആ ഗവർണർ അതിൻ്റെ പാറ്റേൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.